രാജ്യാന്തര വാർത്തകൾ തുടരുകയാണ്. ജെയിംസ് സാർ, ഇവിടെ തായ്വാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തും എന്ന ഇന്ത്യൻ നിലപാട് ചൈനയ്ക്ക് അത്ര സൂചിച്ചില്ല എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഹാഷ്മി, ഈ തായ്വാന്റെ പ്രസിഡന്റ് വില്യം ലായ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം ഒരു എക്സിലൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിന് മറുപടിയായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തായ്വാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തും, വി ആർ ലുക്കിംഗ് ഫോർവേഡ് എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് ഇട്ടതിനാണ് യഥാർത്ഥത്തിൽ ചൈന പ്രതിഷേധിച്ചിരിക്കുന്നത്. ചൈന പറയുന്ന വാക്കെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തായ്വാൻ ചൈനയുടെ ഭാഗമാണ്, വൺ ചൈന പ്രിൻസിപ്പിളിൻ്റെ ഭാഗമാണ്, ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ്. അതിനെ നിഷേധിച്ചുകൊണ്ട് ഇന്ത്യ തായ്വാനുമായി ബന്ധം സ്ഥാപിക്കുമെന്ന് പറയുന്നത് ചൈനയ്ക്ക് നേരെയുള്ള ഒരു ആക്രമണമാണ്. അതുകൊണ്ട് ഒരു തരത്തിൽ അംഗീകരിക്കില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഇന്ത്യയെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആ തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായി പ്രതിഷേധവുമായിട്ട് ചൈന രംഗത്ത് വന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ വേറൊരു തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഒരുപാട് ആക്രമണങ്ങൾക്കും വിധ്വംസക പ്രവർത്തനങ്ങൾക്കും ഇന്ത്യ നേതൃത്വം നൽകുന്നു. മോദിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പാകിസ്ഥാനും രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാവുമെന്നുള്ളതിൻ്റെ സൂചനകളാണ് കാണുന്നത്. അതിനിടയിൽ ഒരു സന്തോഷ വാർത്തയുള്ളത്, സന്തോഷ വാർത്ത എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇസ്രായേലിൽ നിന്നുള്ള സന്ദർശകർ മാലദ്വീപ് വിട്ട് ഇന്ത്യയിലെ ലക്ഷദ്വീപിലേക്കും നിക്കോബർ ഐലൻഡിലേക്കും കേരളത്തിലേക്കൊക്കെ വരുന്നു എന്ന വാർത്ത വരുന്നു. കാരണം ഇസ്രായേൽ മന്ത്രാലയം ഇനി മാലദ്വീപിലേക്ക് പോകേണ്ട, അതിൻ്റെ അടുത്ത് ഇന്ത്യയുടെ മനോഹരമായ തീരങ്ങളുണ്ട്, അങ്ങോട്ട് പോകൂ, അതായത് ഗോവയിലേക്ക്, കേരളത്തിലേക്ക്, നിക്കോബർ ഐലൻഡ്, ലക്ഷദ്വീപിലേക്കൊക്കെ പോകാൻ പറഞ്ഞുകൊണ്ട് അതൊക്കെ ഇസ്രായേലിലെ വിനോദസഞ്ചാരികൾ കേരളത്തിലേക്കും എത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. യുദ്ധം നടക്കുകയാണ്. ഇസ്രായേലിനോട് രാഷ്ട്രീയമായിട്ട് എതിർപ്പുണ്ടെങ്കിലും അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നതിനെ ആരും എതിർക്കുമെന്ന് തോന്നുന്നില്ല. കാരണം പണ്ട് മുതലേ യഹൂദന്മാരുമായിട്ട് കേരളത്തിനൊക്കെ വലിയ ബന്ധമുണ്ട് ഇസ്രായേലിന്. പക്ഷേ പാലസ്തീൻ ജനതയോട് കാണിക്കുന്ന കാര്യത്തിലാണ് വലിയ എതിർപ്പുള്ളത്. സ്മിത, ഹാഷ്മി. ശരി, താങ്ക് യു. ഓക്കെ, താങ്ക് യു.